ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ടോയ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർക്കുക കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ എന്നായിരിക്കും. പക്ഷേ ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോയ് ആണ്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ടോയിയുടെ പേരാണ് ഫ്ലിപ്പിംഗ് ചെസ് മാച്ച്. അപ്പോൾ നമ്മൾ ചെസ്സ് കളിക്കില്ലേ, അതുപോലൊരു സംഭവം തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മെമ്മറി പവർ വരാൻ വേണ്ടിയിട്ട് അടിപൊളി സാധനമാണ് കേട്ടോ. അതായത് സാധാരണ ഈ ഗെയിം എല്ലാവരും കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോണിലാണ്. മുതിർന്നവരും കുട്ടികളൊക്കെ കളിക്കുന്നത് ഞാൻ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് കുട്ടികൾക്ക് ഫോൺ കൊടുക്കുകയും വേണ്ട. ഒരു 2 പേര് അല്ലെങ്കിൽ കുറഞ്ഞത് 2 പേര് അല്ലെങ്കിൽ 4 പേര് വെച്ച് കളിക്കുന്ന ഒരു ഗെയിമാണിത്. അപ്പോൾ ഇത് സാധാരണ ഇവിടെ കളിക്കുന്നത് ഞാനും എൻ്റെ മോനും കൂടെയാണ്. അപ്പം 2 പേരുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും. പക്ഷേ ഒരു തവണ പോലും കളിച്ചതിൽ ഞാൻ ജയിച്ചില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എൻ്റെ മോനാണ് കേട്ടോ എപ്പോഴും ജയിക്കാറ്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇതേപോലെയാണ് ഇത് വരുന്നത്. അതായത് ഒരു ബോർഡ് വരും, അതിനകത്ത് നിറയെ ഹോളുകളുള്ള ഒരു ബോർഡാണ്. എന്നിട്ട് ഇതേപോലെ ഒരു 2 സെറ്റ് സ്റ്റിക്കറും കൂടി കിട്ടും. 2 തരത്തിലുള്ള സ്റ്റിക്കർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കോയിൻസിൻ്റെ ഷേപ്പിൽ 2 സൈഡിലും പിക്ചർ ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോയിൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഈ കളറുള്ള വയലറ്റ് കളറുള്ള സ്റ്റിക്കറും ഒട്ടിക്കും. ഫ്രണ്ട് സൈഡിൽ ഒന്നുകിൽ ഫ്രൂട്ട്സ് ഉണ്ടാവും, ആനിമൽസ് ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതും ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഇതേപോലെ ഒരു 4 ടൂള് വരുന്നുണ്ട്. അതായത് സ്പൂൺ പോലെ ഇരിക്കും. അപ്പോൾ ഇത് കുത്തി എടുക്കാനുള്ള ഒരു ടൂളാണ്. അപ്പോൾ 4 പേര് കളിക്കാൻ വേണ്ടിയിട്ടാണ് 4 ടൂള്. അതുപോലെ 4 സൈഡ് ഈ ബോർഡിലേക്ക് വരുന്നുണ്ട്. അത് 4 പേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഓരോ കോയിനും എടുത്തിട്ട് അതിൻ്റെ ഒരു വശത്തായിട്ട് ഈ പർപ്പിൾ കളർ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാത്തിലും ഈ പർപ്പിൾ കളർ സ്റ്റിക്കർ എന്തായാലും നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മൾ, ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ്, അതുപോലെ വെജിറ്റബിൾ ആണെങ്കിൽ വെജിറ്റബിൾ, ഈ 2 എണ്ണം വീതം ഉണ്ടാവും. ഇപ്പോൾ ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ 2 എണ്ണം ഉണ്ടാവും. അതുപോലെ വെജിറ്റബിൾ ആണെങ്കിൽ വെജിറ്റബിൾ 2 എണ്ണം ഉണ്ടാവും. ആനിമൽസ് ആണെങ്കിൽ അതും 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ചെയ്തത് ഇതിൻ്റെ ഒരു വശത്ത് എല്ലാം ആ പർപ്പിൾ കളർ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആനിമൽസും ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഒട്ടിക്കട്ടെ. ഇപ്പോൾ ഞാൻ എല്ലാത്തിലും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാദ്യം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം വേണം നമുക്കൊന്ന് എന്താ പറയുക മിക്സ് ചെയ്ത് എടുക്കാനുള്ളത്. ഇപ്പം ഞാൻ തൽക്കാലം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഓരോന്നും നോക്കാതെ, അതായത് ഓപ്പോസിറ്റ് അപ്പുറത്തെ വശത്ത് ഏത് പിക്ചറാണോ ഉള്ളതെന്ന് നോക്കാതെ ഈ വയലറ്റ് കളർ ബാക്കിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ പറക്കി അടുക്കി വെച്ച് കൊടുക്കുകയാണ്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിരത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാം പറക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് അധികം ഉണ്ടായിരുന്നതാണ്. അത് അധികം ഉള്ളത് ഒരേ കളറ് പിക്ചർ ഉള്ളത് തന്നെ, ഒരേ പോലുള്ളത് തന്നെ മാറ്റി നമ്മൾ വെക്കണം കേട്ടോ. മറ്റേത് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ 2 പേരേ ഉള്ളൂ കളിക്കാൻ. അപ്പോൾ ഒരു സൈഡിൽ എൻ്റെ മോനിരിക്കുന്നുണ്ട്, ഒരു സൈഡിൽ ഞാനിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതുപോലെ എന്താ പറയുക ടൂളുണ്ടല്ലോ, ആ ടൂൾ എടുത്തിട്ട് ഒന്ന് ഞാനും എടുക്കും, ഒന്ന് മോനും എടുക്കും. ഇപ്പം 4ലും ഓരോന്ന് എടുത്ത് വെച്ചെങ്കിലും നമ്മൾ 2 പേരേ ഉള്ളൂ കളിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിൽ ഒരാൾ ആദ്യം ഇതുപോലെ കോയിന് ഈ ടൂള് വെച്ച് ഇങ്ങനെ മറിച്ച് ഒരെണ്ണം ഇടും. അപ്പോൾ ഒരെണ്ണം ഇപ്പോൾ ഇട്ടത് ഒരു ആപ്പിളാണെങ്കിൽ നമ്മൾ ബാക്കി അതിൻ്റെ പെയറായിട്ടുള്ളത് ഇവിടെ എവിടെയാണോ ഇരിക്കുന്നത് അത് വേണം നമ്മളിതുപോലെ തിരിച്ചിടാനായിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടുവാണെങ്കിൽ ആ കോയിന് 2ഉം അവർക്ക് എടുക്കാം. എന്നിട്ട് അടുത്ത കളിയും അവർക്ക് കളിക്കാം. ഇപ്പോൾ ഒരു തവണ ഇങ്ങനെ കുത്തിയപ്പോഴത്തേക്ക് ഞാൻ ഒരെണ്ണം ആപ്പിളാണ് വീണത്. രണ്ടാമത് കുത്തിയപ്പോഴത്തേക്ക് അതൊരു ആമയാണെങ്കിൽ അത് നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കുക. ഇന്ന ഭാഗത്ത് ഇത്രാമത്തെ വരിയിൽ നമ്മൾ എടുത്തത് ആപ്പിളാണ്. അപ്പോൾ അടുത്തത് വേറെ എവിടെയെങ്കിലും ആപ്പിൾ കാണുമ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ആ ഒരു സ്ഥലം നമുക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ അതെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഗെയിം കളിക്കുക. ഇപ്പം ഞാനാണെങ്കിൽ ഒരെണ്ണം മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു ബനാന ആണെന്നുണ്ടെങ്കിൽ
അത് ഓർമ്മയിൽ വെച്ച് കഴിഞ്ഞാലും ഞാനത് മറന്നു പോകും. അപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഞാൻ അതെടുത്ത് കുത്തി കൊടുക്കുന്നത്. അന്നേരം അത് എൻ്റെ മോനാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അവൻ തന്നെ അത് എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എല്ലാ തവണയും ഞാൻ തോക്കാറാണ് ചെയ്യുന്നത്. ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിർത്താനേ തോന്നില്ല. എത്ര റൗണ്ട് വേണമെങ്കിലും നമ്മൾ കളിക്കും. കാരണം അത്രയ്ക്കും നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇത്. അതാ ഞാൻ പറഞ്ഞ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇരുന്ന് കളിക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടെ സൂം ചെയ്ത് ഞാൻ വീഡിയോ ക്ലിയർ ആക്കാം. ഇത്രയും നേരം കളിച്ചിട്ടും എനിക്ക് ഒരു കോയിൻ പോലും എടുക്കാൻ പറ്റില്ല. ഒരെണ്ണമെന്ന് പറഞ്ഞാൽ ഒരെണ്ണമായിട്ടല്ല, നമ്മൾ പെയറായിട്ടല്ലേ എടുക്കുന്നത്. ഇപ്പോൾ 2 കോയിന്. പക്ഷേ എൻ്റെ മോന് ഉള്ളതെല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ വീണ്ടും കളിക്കുവാണ്. ഏറ്റവും ലാസ്റ്റ് ആർക്കാണ് ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയ അവരായിരിക്കും വിന്നർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഫുള്ള് കളിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്തായി പോവും. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഫോൺ കയ്യിൽ കൊടുക്കുന്നതിന് പകരം ഇതുപോലുള്ള ഗെയിം ടോയ്സൊക്കെ വാങ്ങിച്ച് കൊടുക്കുക. അതാകുമ്പോൾ കുട്ടികൾ അവിടെ ഇരുന്ന് കളിച്ചോളും.